മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് പ്രതിഷേധത്തിനിടെ KSU വനിതാ നേതാവിന്റെ മുഖത്തടിച്ച് പോലീസ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗൗജ വിജയകുമാറിനാണ് മർദ്ദനമേറ്റത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് തല്ലിയത്. മാർച്ച് സംഘർഷഭരിതമായതോടെ പലവട്ടം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവരങ്ങളുമായി അജിത് ബാബു അവിടെ നിന്ന് ചേരുന്നു. അജിത്, അങ്ങേയറ്റം പ്രതിഷേധിക്കേണ്ടുന്ന ഒരു കാര്യമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ചെറിയൊരു പെൺകുട്ടിയാണ്, വിദ്യാർത്ഥി സംഘടനാ നേതാവാണ്. അവരെ പോലീസ് തല്ലുകയാണല്ലോ. അത് ഈ തിരക്കിനിടയിൽ കൈവന്ന് വീണതാണോ, അല്ലെങ്കിൽ പോലീസ് തല്ലുക തന്നെയാണോ? എങ്ങനെയാണ് പോലീസിൻ്റെ അതിക്രമങ്ങൾ, പ്രത്യേകിച്ചും ഈ KSUക്കാരുടെ മുഖംമൂടിയൊക്കെ അണിയിച്ച് കൊണ്ടുവന്നതും മറ്റുമൊക്കെ നിയമസഭയിൽ ചർച്ചയായതിന് പിറ്റേ ദിവസവും അങ്ങനെ ഒരു തല്ല് നടത്താൻ ഈ പോലീസുകാർക്ക് ധൈര്യമുണ്ടായത്? സനീഷ്, KSUവിൻ്റെ SP ഓഫീസ് മാർച്ചിൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. പോലീസിന് തന്നെ 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിയില്ലായിരുന്നു. അത്രത്തോളം അവർ വലിയ പ്രതിഷേധമാണ് KSU ഈ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ ഇന്ന് SP ഓഫീസ് മാർച്ചിന് മുമ്പിൽ ഉയർത്തിയത്. അതിനുശേഷം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്താണ്, അതായത് സ്വാഭാവികമായും കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഒരു ബലപ്രയോഗമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് സ്വാഭാവികമല്ലാത്ത മുഖത്തേക്ക് അടിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവായി തന്നെ അത് നമുക്ക് നൽകാൻ കഴിയുന്നത്. ആ പ്രവർത്തകരുടെ മുഖത്തടിക്കുന്ന ദൃശ്യമാണ്. നമ്മൾ അതിനുശേഷം ചോദിക്കുമ്പോൾ തന്നെ തൻ്റെ മുഖത്ത് അടികൊണ്ടത് ഉൾപ്പെടെയുള്ള കാര്യം ഗൗജ നമ്മളോട് തന്നെ പറയുന്നുണ്ട്. ആ പ്രതികരണം ഉൾപ്പെടെ ഉണ്ട്. അതായത് തൻ്റെ മുഖത്തടിക്കുന്നതും തൻ്റെ വസ്ത്രം വലിച്ചു കീറാൻ ഉൾപ്പെടെ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഗൗജ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ടത്, അല്ലാതെ തന്നെ അതായത് ഒരു കൂട്ടം പ്രവർത്തകരെ അവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ ധാരാളം പോലീസ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ബലം പ്രയോഗിച്ച് ഗൗജ ഉൾപ്പെടെ അവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റാൻ കഴിയുന്ന സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് ഇടയിലാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ പ്രകോപനത്തോടു കൂടി തന്നെ മുഖത്തടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതാണെങ്കിലും അത് സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഷേധത്തിന് സ്വാഭാവികമായും വഴിവെക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു മാർച്ചിൽ, വിദ്യാർത്ഥികളുടെ മാർച്ചാണ്, സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതൊക്കെ ഓക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മുഖത്തടിക്കുക എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യപരമായി മാന്യമല്ലാത്തൊരു പ്രവർത്തനമാണ്. അങ്ങനെ മുഖത്തടിക്കുന്ന ഒരു ദൃശ്യമാണ്. അത് വനിതാ പോലീസ് പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗൗജ വിജയകുമാറിന്റെ മുഖത്തടിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. റിജിൽ മാക്കുറ്റി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. റിജിൽ മാക്കുറ്റിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. അതിന് പിന്നാലെ ഒരു നിമിഷം അജിത്ത്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ അതിക്രമത്തിനിരയായ പോലീസ് കവളത്ത് തല്ലിയ ഗൗജ വിജയകുമാരൻ, KSUവിൻ്റെ വനിതാ നേതാവ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ഗൗജ, ഇത് അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള കാര്യമാണല്ലോ. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലീസ് മുഖത്ത് തല്ലുകയാണ്. അങ്ങനെയൊരു സംഘർഷാവസ്ഥ, പോലീസിന് ഇങ്ങനെ വഴിവിട്ടിടപെടേണ്ടുന്ന എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ്, അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥയാണോ ഈ തല്ലിയത്? പോലീസ് ഉദ്യോഗസ്ഥയുടെ പേരെനിക്കറിയില്ല. സബ് സ്റ്റേഷനിലെ പോലീസുകാരിയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് സമരം നടത്തുന്ന സമയത്തും പുള്ളിക്കാരി പ്രശ്നം തന്നെ ആയിരുന്നു. വളരെ സമാധാനപരമായി മാർച്ച് നടത്തുന്ന സമയത്ത് നമുക്കറിയാം, മാർച്ചും സംഘർഷങ്ങളും അല്ലെങ്കിൽ സമര രീതികളൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇത്തരത്തിൽ പോലീസ് ഒരു ഗുണ്ടായുസം കാണിക്കാൻ തീരുമാനിക്കുന്ന രീതിയിലുള്ള പോലീസിന്റെ പ്രവർത്തികൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നപ്പോൾ പ്രതികരിക്കാന്നുള്ളത് ഉത്തരവാദിത്തമാണ്. സമരം ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത ആളുകളാണ് പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. അങ്ങനെ സമരവുമായി SP ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഒട്ടും പോലീസിന്റെ ഉത്തരവാദിത്തം നിയമപാലനമാണ്. അല്ലാണ്ട് സമരം ചെയ്യാൻ വരുന്നവരെ ഒരു ഗുണ്ടായുസം കാണിക്കാൻ, പൈസ വാങ്ങിച്ച് ഗുണ്ടായുസം കാണിക്കുന്ന പോലെയാണ് പോലീസ് നമ്മളോട് പെരുമാറുന്നത്. ഡ്രസ്സിൽ പിടിച്ച് വലിക്കുന്നതും നമുക്കറിയാം. നമ്മള് പൊതുമധ്യത്തിൽ നിൽക്കുന്ന വനിതകളാണ്. അപ്പോൾ ഡ്രസ്സിൽ പിടിച്ച് വലിച്ച് അത് കീറി പോവുമായിരിക്കും. അപ്പോൾ അവരോടൊന്ന് മര്യാദയ്ക്ക് പിടിക്കാൻ പറയുമ്പോഴേക്കും അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ്, തല്ലാൻ ശ്രമിക്കുകയാണ്. അവിടെ മാധ്യമപ്രവർത്തകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അങ്ങനെ ഒരു പൊതു ഇടത്തിൽ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇത്രയധികം ക്യാമറകൾ നിൽക്കുമ്പോൾ പോലും അവർക്ക് ചെയ്യാൻ മടിയില്ലാത്ത പോലീസ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ആരും ഇല്ലാത്ത സമയത്ത് പോലീസ് എന്താ ചെയ്യുക? അപ്പോൾ ഇതിപ്പോൾ ഗൗജ വിഷ്വൽ കാണുമ്പോൾ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, അത് ചിലപ്പോഴൊരു പക്ഷേ ദൃശ്യങ്ങളിൽ അങ്ങനെ പതിഞ്ഞതുകൊണ്ടായിരിക്കണം ആ വസ്ത്രം പിടിക്കുന്നത് പോലെ പോലും തോന്നുന്നുണ്ട്. അത് ഈ തള്ളിനിടയിൽ, ഉന്തിനും തള്ളിനിടയിൽ സംഭവിച്ചു പോയതാണോ, അല്ലെങ്കിൽ വല്ലാത്ത തോതിൽ ഉപദ്രവിക്കാൻ പോലീസ് നിശ്ചയിച്ച് ചെയ്തതാണോ ഇതൊക്കെ? അതെ, തീർച്ചയായും ഒരു തരത്തിലും മയമില്ലാത്ത രീതിയിലാണ് പോലീസ് തുടക്കം മുതൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരുപാട് പ്രവർത്തകർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, പലരും ഹോസ്പിറ്റലിലാണ്. ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കാം. അതല്ല, ഇപ്പൊ എന്തായാലും ഒരു സമരം നേരിടുന്ന രീതികളുണ്ട്. അത് കോൺഗ്രസ്സുകാർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ
KSUക്കാർ ചെയ്യുമ്പോൾ മാത്രം ഇത്ര മൃഗീയമായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ളവരോട് പോലീസ് ഇത്ര അക്രമാസക്തമായി പെരുമാറുന്നില്ല. വളരെ മയത്തിൽ എണീറ്റ് പോകണം, സമാധാനത്തിൽ പിരിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഗുണ്ടായുസമാണ് കാണിക്കുന്നത്. പോലീസിന് ഉത്തരവാദിത്തമോ ജോലിയോ അല്ല കാണിക്കുന്നത്, ഗുണ്ടായുസം തന്നെയാണ് കാണിക്കുന്നത്. ശരി, വളരെ വളരെ നന്ദി ഗൗജ. ഇത് നിയമപരമായിട്ടും മറ്റുമൊക്കെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല നിയമപരമായിട്ടും നേരിടും എന്നാണ് വിചാരിക്കുന്നത്. നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ വളരെ നന്ദി ഗൗജ. ഞങ്ങളോട് സംസാരിച്ചാൽ അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതൊരു കാര്യമാണ് അവിടെ ഉണ്ടായത്. ഗൗജ ആ ചെറിയ പെൺകുട്ടിയാണ്, വിദ്യാർത്ഥി നേതാവാണ്. അവർക്ക് നേരെ ഒട്ടും ആവശ്യമില്ലാത്തതാണ്. സമരത്തിന് ശേഷം പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പക്ഷേ പോലീസ് അവരെ കവളത്തടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വസ്ത്രം ഒന്നങ്ങോട്ട് മാറിപ്പോയിരുന്നെങ്കിൽ വലിച്ചു കീറുന്നത് പോലെയുള്ള കാര്യങ്ങളടക്കം ഉണ്ടായേക്കുമെന്ന് തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. നിയമപരമായി തന്നെയും നേരിടുമെന്നാണ് ഗൗജ ഇപ്പോൾ പറഞ്ഞത്.